ആദ്യം വയർലെസ് അഡാപ്റ്റർ ആഡ് ചെയ്തു. അഡാപ്റ്റർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് IWConf അടിച്ച് നോക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നറിയണല്ലോ. നമ്മളിത് ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? sudo ergeddon എന്ന് കൊടുക്കുക. എയർഗെഡോൺ ലോഡ് ആയിട്ട് വരും. ഫസ്റ്റ് എയർഗെഡോൺ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു തരും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ളത്. ഇവർ തന്നെ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. സെൻറ്റർ അടിക്കാം. കണ്ടോ, ഈ ടൂളുകളൊക്കെ ഇൻസ്റ്റാൾഡ് ആണോ നോക്കും. എയർഗെഡോൺ ഒറ്റയ്ക്കല്ല ഈ പറയുന്ന വൈഫൈ ടെസ്റ്റിംഗ് നടത്തുന്നത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ചില ടൂളുകൾ ഉണ്ടല്ലോ, എയർമോൺ എൻജി, എയറോഡം എൻജി, എയർ ക്രാക്ക് എൻജി, ഓക്കെ, ഇത് റീവർ, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് എയർഗെഡോൺ എന്ത് ചെയ്യുന്നത്, ഈ വയർലെസ് പെൻ ടെസ്റ്റിംഗ് നടത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പാക്കറ്റുകളെ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ എൻ്റർ എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഇന്റർഫേസുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ഏത് ഇന്റർഫേസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും എതർനെറ്റ് നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം എന്താണ്, വൈഫൈ പെൻ ടെസ്റ്റിംഗ് അല്ലേ. നമ്മൾ വയർലെസ് ഉള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, 6 എന്ന് കൊടുക്കുന്നു. ഇതാണ് എയർഗെഡോണിന്റെ മെനു. എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണ്, എവിൽറ്റിൻ അറ്റാക്ക് ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, 7 എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടാർഗറ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ഏത് നെറ്റ്വർക്ക് ഇന്റർഫേസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടോ നോക്കുക. യെസ്, നമ്മളിവിടെ WLAN നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. 1 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വീണ്ടും നമ്മുടെ ഇന്റർഫേസ് മാറ്റാം. ഇവിടെ ആകെ എനിക്ക് ഒരു ഇന്റർഫേസ് ഉള്ളൂ, അത് WLAN 0 ആണ്. ദെൻ അതിനുശേഷം നമുക്ക് ഈ ഇന്റർഫേസിന് എന്തിലേക്ക് മാറ്റണം, മോണിറ്റർ മോഡിലേക്ക് മാറ്റണം. സോ ഇവിടെ ഓപ്ഷൻ ഉണ്ട് 2 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, മോണിറ്റർ മോഡിലേക്ക് ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. ചെക്ക് ചെയ്യാം മോണിറ്റർ മോഡ് ആയോ എന്നുള്ളത്. സോ മുകളിൽ നമുക്ക് കാണുന്നുണ്ട് അത് മോണിറ്റർ മോഡിലേക്ക് ആയി എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് എവിൽറ്റിൻ അറ്റാക്ക് വിത്ത് ക്യാപ്റ്റീവ് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരണം. ആരെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആക്സസ് പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആക്സസ് പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലോഗിൻ പേജ് വരണം, അല്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കുന്ന ഒരു പേജ് വരണം. എന്നിട്ട് അവിടെ പാസ്വേഡ് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ പാസ്വേഡ് കിട്ടണം. അപ്പൊ ഇവിടെ ഒരു ക്യാപ്റ്റീവ് പോർട്ടൽ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, 9 എന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ ഫസ്റ്റ് ചെയ്യുന്നത് നോക്കേ. സറൗണ്ടിങ്ങിലുള്ള നമ്മളൊരു WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ശരിക്കുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ശരിയാണോ എന്ന് അറിയണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ അവരുടെ WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കും. അവർ ശരിയായ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പോർട്ടൽ ക്ലോസ് ആവുള്ളൂ. അതുവരെ അറ്റാക്ക് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് എന്തായാലും ഒരു ഒറിജിനൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ ഒരു ഫോണിൽ ഒരു ഹോട്ട്സ്പോട്ട് ഓൺ ആക്കുന്നുണ്ട്. ദെൻ അത് ഈ ഫോണിലേക്ക് ആ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സേവിയർ 2 എന്നുള്ളതാണ്. ഞാൻ എന്ത് ചെയ്തു, സേവിയർ 2 ഇതിലേക്ക് കണക്ട് ചെയ്തു. എൻ്റെ ഒരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി, മറ്റേ ഫോണിൽ ഞാൻ എന്ത് ചെയ്തു, ആ സേവിയർ 2 എന്ന് പറയുന്ന ഞാൻ സെറ്റ് ചെയ്ത ആക്സസ് പോയിന്റിലേക്ക് ഞാൻ കയറി. ദെൻ സേവിയർ 2 ഇവിടെ വന്നു. ദെൻ Ctrl+C എന്ന് പ്രസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, ഞാനിവിടെ സ്കാൻ ചെയ്ത എൻ്റെ സറൗണ്ടിങ് വൈഫൈകൾ മൊത്തം ഇവിടെ കാണാൻ പറ്റും. സേവിയർ 2 അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു 35 എന്നുള്ളത്. ചെയ്യുന്നത് അവിടെ ഡീഓതന്റിക്കേഷൻ അറ്റാക്ക് നടത്തിയിട്ട് അവിടുത്തെ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, 2 എന്ന് സെലക്ട് ചെയ്യാം.
അഡാപ്റ്റർ ആയിരുന്നുവെങ്കിൽ നമുക്ക് എസ് ഓർ നോ ഒക്കെ കൊടുക്കായിരുന്നു, എസ് കൊടുക്കായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നോ കൊടുക്കുന്നതാണ് ബെറ്റർ. മാക് അഡ്രസ് പ്രൂഫ് ചെയ്യണോ? ദെൻ ഹാൻഡ് ഷേക്ക് നമ്മളുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. അപ്പോൾ ഞാൻ നോ എന്ന് കൊടുത്തു. ദെൻ എത്ര സെക്കൻഡ് ക്യാപ്ചറിങ് നടക്കണം അല്ലെങ്കിൽ ഡോസ് അറ്റാക്ക് നടക്കണം എന്നുള്ളത്. പറഞ്ഞാൽ ഡിയോതന്റിക്കേഷൻ അറ്റാക്ക് എത്ര സമയം നടത്തിയിട്ട് ക്യാപ്ചർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ എയറോഡംബെഞ്ച് വെച്ച് നമ്മൾ ഈ അറ്റാക്ക് നടത്തിയതാണ് മാനുവലി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഡിയോതന്റിക്കേഷൻ അറ്റാക്ക് എത്ര സെക്കൻഡ് വരെ നടത്തണം എന്നിട്ട് നമുക്ക് WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതാണ്. സോ ഞാനിവിടെ 30 സെക്കൻഡ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റർ എന്ന് കൊടുക്കാം. സോ അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഞാൻ എന്തായി ഡിസ്കണക്ട് ആയിട്ട് പോയി കണ്ടോ, സേവിയർ 2 ഡിസ്കണക്ട് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മുകളിൽ WPA ഹാൻഡ് ഷേക്ക് എന്ന് കാണണം. ആ ഹാൻഡ് ഷേക്കിന്റെ കയ്യിൽ വേറൊരു ഫയൽ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താട്ടെ. ഹാൻഡ് ഷേക്ക് ഫയൽ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഹാൻഡ് ഷേക്ക് ഫയൽ ഉണ്ടെന്ന് പറയും. ഞാൻ അതിലേക്കുള്ള പാത്ത് എന്താണ്? പാത്ത് കൊടുത്തു. ദെൻ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വൈഫൈ ഒന്ന് ഇവിടുത്തെ വൈഫൈ ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. അവിടെ 2 വൈഫൈ കാണുന്നുണ്ടാവും. സേവിയർ 2 2 കാണുന്നുണ്ടാവും. ആയിട്ടില്ല. അതിന് മുന്നേ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യണ്ട്. കാരണം അവർ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ അവർക്ക് കിട്ടണമല്ലോ, അത് ഏത് ലാംഗ്വേജിൽ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ 1 എന്ന് കൊടുത്തു. അഡ്വാൻസ്ഡ് ക്യാപ്റ്റീവ് പോർട്ടൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലുള്ള വെബ് പേജുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ നോ എന്ന് കൊടുക്കുക. എൻ്റർ എന്ന് കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ടത് വേറൊരു സേവിയർ 2 വന്നിട്ടുണ്ടോ നോക്കണം. നമ്മുടെ ഒറിജിനൽ സേവിയർ 2 ഡിയോതന്റിക്കേഷൻ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് സേവിയർ 2 ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും തുറന്നു നോക്കേ. ഡ്യൂപ്ലിക്കേറ്റ് സേവിയർ 2 ഉണ്ടാവും. ഞാൻ അതിൽ കണക്ട് ചെയ്ത സമയത്ത് ഇവിടെയാണ്. ഇവിടെ നോക്കേ, ഞാനൊരു പുതിയ പേജിലേക്ക് എത്തി. ഓക്കെ, ഞാൻ ഇനി ഇവിടെ തെറ്റായ ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റായ ഒരു പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് കൊടുത്ത പാസ്വേഡ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്താണ് ഇത് തെറ്റായ പാസ്വേഡ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെയും കാണിക്കും. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? തെറ്റായ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ദെൻ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് വീണ്ടും അത് തെറ്റാണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആ പാസ്വേഡ് എന്താണെന്നുള്ളത് അവിടെയും കാണിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുത്തു. ദെൻ ഞാൻ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവരെന്ത് കാണിക്കും? യെസ്, ദിസ് പാസ്വേഡ് ഈസ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ സ്റ്റോപ്പ് ആവും. അത്രയും നേരം ആ ഒരു സേവിയർ 2 എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്പ് ചെയ്തിട്ടുണ്ടാവും. ഒറിജിനൽ സേവിയർ 2 ഉണ്ടാവും. സോ ഇത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യുന്നു, 2 അഡാപ്റ്റർ വെച്ചിട്ട് ഒരു അഡാപ്റ്ററിനെ കൊണ്ട് എന്ത് ചെയ്യും, ഡീഓതന്റിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആരെ? ഒറിജിനലിനെ. രണ്ടാമത്തെ അഡാപ്റ്റർ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സർവർ അപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ കറക്റ്റ് ആ ഒരു ഡീഓതന്റിക്കേഷൻ നടന്ന് ആ ഒരു ഒറിജിനൽ സേവിയർക്ക് എന്തായാലും ഡിസബിൾ ആയിട്ട് പോകും, ഓഫ് ആയിട്ട് പോകും. ആ റൗട്ടറിൽ നിന്ന് തന്നെ റൗട്ടറെ കാണാതെയോ, ആര് മാത്രമേ കാണുള്ളൂ, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത സേവിയർക്ക് മാത്രമേ അവിടെ ആയിട്ട് കാണുന്നുണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ പാസ്വേഡ് കിട്ടും.